ഇപ്പൊ ജിന്നൂരിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന്റെ നേതാവാണ് ഫൈസൽ മൗലവി എന്ന് പറയുന്ന മൗലവി. ഫൈസൽ മൗലവിയെ കുറിച്ച് അനസ് മൗലവി എന്ന് പറഞ്ഞ മറ്റൊരു മൗലവി പറഞ്ഞതെന്താ, മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ആള് പറഞ്ഞതെന്താ, അയാള് തനി വ്യക്തമായ പാച്ച ശിർക്ക് പറയുന്ന ആളാണ്. ആര്? ഫൈസൽ മൗലവി എന്ന് അനസ് മൗലവി പറയുന്നു. ഒന്ന് കേട്ടോളൂ. ശിർക്കല്ല, മലക്കിനോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല, മനുഷ്യനോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു ഞങ്ങൾ മുവഹിദുകളാണ് എന്ന്. ഞങ്ങളിൽ എവിടെ ശിർക്ക് എന്ന്? ശിർക്ക് തപ്പി നോക്കണോ? ഇനി നോക്കണോ? ഒന്നുകൂടി കേട്ടോളൂ. ആ ആശയം വെറുതെ കേട്ടുപോകണ്ട, വെറുതെ കേട്ടുപോകണ്ട, നന്നായി തന്നെ ശ്രദ്ധിച്ചു കേട്ടുപോയിക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാത്മന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പലപ്പോഴാകുമ്പോ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കഞ്ഞിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാവൂ. ആരാണ് മുൻഗാമിൽ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്? പൊന്നുപോലെ മാലാ യഖ്ദിറു അലൈഹി മുജാഹിദ് നീ മിണ്ടണ്ട. അന്റെ മുജാഹിദും മാലാ യഖ്ദിറു അലൈഹി ഇതാണെങ്കിൽ അള്ളാന്റെ ആ റബ്ബിനെ ഓർത്തിട്ട്, പടച്ചവനെ ഓർത്തിട്ട് ഒരിക്കലും മുജാഹിദ് എന്നോ അതല്ലെങ്കിൽ സലഫി എന്നോ അതല്ലെങ്കിൽ തൗഹീദ് എന്നോ പറയണ്ട. ഇത് തൗഹീദല്ല, ഇത് കൊടിയ ശിർക്കാണ്. കണ്ടോ? കൊടിയ ശിർക്കാണ്. ആര്? ഫൈസൽ മൗലവി ഇപ്പ പറഞ്ഞത് കൊടിയ ശിർക്കാണ്. മൂപ്പരും ഇസ്ലാമെന്ന് പുറത്ത്. അയാൾ ജിന്നൂരിസത്തിന്റെ നേതാവായ മൗലവിയാണ്. അപ്പൊ അയാൾ പഠിപ്പിക്കുന്ന ആ വിശ്വാസം ഉൾക്കൊള്ളുന്നവരൊക്കെ കൊടിയ ശിർക്ക് വെച്ചു പുലർത്തുന്നവരാണ്. ഇസ്ലാമെന്ന് അവരും ഔട്ട്. എന്നാ ഇത് പറഞ്ഞ അനസ് മൗലവിയെ കുറിച്ച് ബാലുശ്ശേരിക്കാരൻ പറയണ എന്താ? അനസ് മൗലവി മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവാണ്. ആ അനസ് മൗലവിനെ കുറിച്ച് ബാലുശ്ശേരി മൗലവി പറയണത് എന്താ? അനസ് മൗലവിക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫിറാണ്. എന്താ വേണ്ടത്? കാഫിറല്ലാത്ത ഒരാളവിടല്ലേ? അതല്ല ഇതിന്റെ രസം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാഫിറും മുശ്രിക്കും അല്ലാത്ത ഒരാളും ഇല്ല. കേട്ടോ? നിങ്ങൾ പറയട്ടെ. ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് ന്യൂനത ഉണ്ടെന്ന് അറിയാൻ. എന്നിട്ടല്ലേ ഇവനൊരു പണ്ഡിതനായിട്ട് KNM-കാരോട് ഞാനൊരു കാര്യം പറയണം. PP ഒക്കെ ഇപ്പം നയിക്കുന്ന KNM-ൽ ഇവന്റെ ഒക്കെ പ്രസംഗങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആഖിറത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം നടത്തേണ്ടി വരും. നിങ്ങൾ ആഖിറത്തെ കുറിച്ച് വീണ്ടും വിചാരം നടത്തേണ്ടി വരും. ഇവൻ മതനിഷേധിയും അല്ലാഹുവിനെ പേടിക്കാത്തവനും ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനുമാണ്. ഇവൻ കപടനാണ്. ഇവൻ ചെയ്യുന്ന അക്രമം കണ്ടോ? മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്ന് വായിച്ചവൻ പറയൂ. അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണോ മുജാഹിദുകളുടെ നേരെ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ, അച്ചിത്തം മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിലിരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കൈയായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. മൊത്തം അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം അമ്പല ഗ്രൂപ്പിലൊക്കെ ഏത് പ്രസംഗം കേൾക്കുന്നതും അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അനസിന്റെത് കേൾക്കുന്നത് മഹാവെറുപ്പാണെന്നാണ് ആരെന്നെ പറഞ്ഞത്? മൗലവി എന്നെ പറഞ്ഞത്. ഇവൻ മതനിഷേധിയാണ്, അതാ കാഫിർ പറഞ്ഞത്. മുജാഹിദുകൾ മൊത്തത്തിൽ കാഫിറും മുശ്രിക്കുമാക്കുക.